ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കംഫർട്ടിൻ്റെ ഒരു സാഷ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏറ്റവും നല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്മെല്ലുള്ളൊരു സാഷ വാങ്ങുക. അപ്പോൾ ഇത് ഞാനൊരു അല്പം ഇതുപോലെയുള്ളൊരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഒരല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഒരല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. മിക്സ് ആക്കിയതിന് ശേഷം ഇത് സ്പ്രേ ബോട്ടിലാണ്. സ്പ്രേ ബോട്ടിലിൻ്റെ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലൊരു എയർ ഫ്രഷനർ, റൂം ഫ്രഷനർ ആണെന്നൊക്കെ ഞാൻ പല വീഡിയോയിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് മറ്റൊരു കാര്യത്തിന് കൂടി നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് കാണിച്ചു തരാം. അപ്പം അതിനു മുന്നേ പറയാം, ഇതുപോലെ ഒരു കംഫർട്ടിന് അധികം വിലയൊന്നുമില്ല. പലരും കമൻ്റൊക്കെ ഇടാറുണ്ട്, ഇത്രയും വില പിടിപ്പുള്ള സാധനം വാങ്ങിയിട്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ. പക്ഷേ ഇതിനൊക്കെ വെറും ആകെ 4 രൂപയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ ബോട്ടിൽ വാങ്ങണമെന്നൊന്നുമില്ല. ഇതുപോലെ സാഷയൊക്കെ വാങ്ങിയിട്ട് നിങ്ങൾക്ക് എയർ ഫ്രഷ്നറും റൂം ഫ്രഷ്നറും ബാത്റൂം ഫ്രഷ്നറൊക്കെ ആക്കി എടുക്കാൻ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് കംഫർട്ട് ഇതിലേക്ക് ഒഴിച്ചൊരല്പം ചൂടുവെള്ളം കൂടിയാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിന് ചെയ്യാൻ പറ്റുന്ന ടിപ്പ് എന്ന് പറയുന്നത്, ദിവസങ്ങളോളം അലമാരയിലൊക്കെ വെച്ചിട്ടുള്ള ഡ്രസ്സൊക്കെ നമ്മൾ അയൺ ചെയ്യാൻ എടുക്കുന്നതിന് തൊട്ട് മുൻപ് നമ്മുടെ ഡ്രസ്സിലൊക്കെ ഒരു പൂപ്പലിൻ്റെ സ്മെല്ലുണ്ടാവില്ല. എത്ര അയൺ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ആ ഒരു ഫ്രഷ്നെസ് ചിലപ്പോൾ ലഭിക്കണമെന്നില്ല, പ്രത്യേകിച്ച് ദിവസങ്ങളോളൊക്കെ അലമാരയിൽ വെച്ചിട്ടുള്ള ഡ്രസ്സാണെങ്കിൽ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ടിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടാൽ നമ്മൾ ഡ്രസ്സിലൊക്കെ അയൺ ചെയ്യുന്നതിന് തൊട്ട് മുൻപായി നമ്മളിതുപോലെ ഒന്ന് അടച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ നെക്കിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ ഈ ഷോൾഡറിൻ്റെ കൈക്കുയിലൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും അതിനുശേഷം നിങ്ങൾ അയൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഡ്രസ്സിൽ നല്ല സ്മെല്ലും ഉണ്ടാവും. മാത്രമല്ല നിങ്ങൾക്ക് ധരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കറക്റ്റ് നല്ലൊരു സ്മെല്ല് നിങ്ങൾക്ക് അനുഭവപ്പെടും കേട്ടോ. കംഫർട്ടിൻ്റെ ആ സ്മെല്ല് ശരിക്കും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ കേട്ടോ, അപ്പോൾ നമ്മളിത് ഏറ്റവും കൂടുതൽ വിയർപ്പ് തങ്ങി നിൽക്കുന്ന ഭാഗത്ത് ഒക്കെ നമുക്ക് കൂടുതൽ സ്മെല്ല് ഉണ്ടാവുക നമ്മുടെ ഈ നെക്കിൻ്റെ ഭാഗങ്ങളും അതുപോലെ തന്നെ ഈ കൈക്കുയിൻ്റെ സൈഡൊക്കെ ആയിരിക്കും. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അയൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നല്ലൊരു സ്മെല്ലുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ അയൺ ചെയ്തതിന് തൊട്ട് മുൻപ് നിങ്ങൾ ഏത് ഡ്രസ്സ് ആയിക്കോട്ടെ നിങ്ങളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ല് ഡ്രസ്സിനുണ്ടാകും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ കർട്ടനിലൊക്കെ നമുക്ക് ഇങ്ങനെ അടിച്ചു കൊടുക്കാൻ പറ്റും. കർട്ടൻ്റെ ഒക്കെ ബാഡ് സ്മെല്ലൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ. അതുപോലെ തന്നെ നമ്മുടെ ഡൈനിങ് ടേബിളിലൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ വേസ്റ്റൊക്കെ പ്രത്യേക സ്മെല്ലുണ്ടാവും. അപ്പോൾ അതിനൊക്കെ വേണ്ടി നമുക്കിത് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ തുടച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നല്ലൊരു സ്മെല്ലുണ്ടാകും കേട്ടോ. നമ്മുടെ ഡൈനിങ് ടേബിളൊക്കെ നമ്മൾ ഷീറ്റ് ഇട്ടതാണെങ്കിലും ഷീറ്റ് അല്ലാത്തതാണെങ്കിലൊക്കെ ഷീറ്റിൻ്റെ മുകളിലൊക്കെ നമുക്ക് ഇതുപോലെ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഒരു സ്മെല്ല് എന്തായാലും ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായി ഒന്ന് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഡൈനിങ് ടേബിളിനൊക്കെ നല്ലൊരു സ്മെല്ലുണ്ടാകും. അപ്പോൾ കർട്ടനിൽ മാത്രമല്ല നമ്മുടെ ബെഡിലൊക്കെ നമുക്കത് അടിച്ചു കൊടുക്കാൻ പറ്റും കേട്ടോ. നല്ലൊരു സ്മെല്ലുണ്ടാകുമേ.